പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ് നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകും. നമ്മൾ ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ ഭാരത്തോടെ, വിഷമത്തോടെ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കും, നാളെ ഞാൻ എന്ത് ചെയ്യും, ഈ വിഷയത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെടുന്ന, നീറുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനുഷ്യനാണോ? നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത ദിവസം പ്രതീക്ഷിച്ചോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മനുഷ്യനാണോ? മനുഷ്യ ജീവിതമാണോ? വരും. എന്നാൽ നമ്മൾ ആ ഭാരങ്ങളെക്കുറിച്ച്, ആകുലതയെക്കുറിച്ച് നിരന്തരം ഭാരപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഭാരത്തിന്റെ മേൽ ഭാരം കൂടും, വിഷമത്തിന്റെ മേൽ വിഷമം കൂടും, ആകുലതയുടെ മേൽ ആകുലത കൂടും, ടെൻഷന് മേൽ കൂടുതൽ ടെൻഷൻ വരും. എന്നാൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നമ്മൾ വിട്ടു മാറിപ്പോകാൻ, നീങ്ങിപ്പോകാൻ എന്ത് ചെയ്താൽ മതി എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ, അപേക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധാനത്തിൽ അറിയിക്കുക. അറിയിച്ചു കഴിയുമ്പോൾ സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും സൂക്ഷിച്ചുകൊള്ളും. അപ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളും ഉത്കണ്ഠകളും ടെൻഷനൊക്കെ നീങ്ങിപ്പോകാൻ എന്ത് ചെയ്താൽ മതി? ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ പലരും ഇത് ചെയ്യാൻ തയ്യാറല്ല. എന്തെങ്കിലും ഭാരവും പ്രയാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു നടക്കും. എനിക്ക് ഇന്ന പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പറയുന്ന സമയമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കൂ. പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കൂ. പക്ഷെ പലരും അതിന് തയ്യാറല്ല. അവർക്ക് ഈ ഭാരവും പ്രയാസവും 10 പേരോട് പറഞ്ഞു നടക്കണം. ഒരു മാറ്റം ഉണ്ടാവില്ല. മനുഷ്യനോട് പറഞ്ഞതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഭാരത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. കഴിയുമെങ്കിൽ ഉപവസിക്കുക. ഇനി ഉപവസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കാനെങ്കിലും പറ്റുക. എവിടെയെങ്കിലും പോയിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് എല്ലാ ഭാരവും ദുഃഖവും ഇറക്കി വെച്ച് ഇരുന്നങ്ങ് പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ആ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉള്ളിലൊരു ദിവ്യ സമാധാനം, സകല ബുദ്ധിയും കഴിയുന്നൊരു സമാധാനം നിറഞ്ഞിരിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവം നീക്കിക്കളഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളെയും നീക്കിക്കളയാൻ സാധിക്കും. ഉണ്ടോ? അപ്പൊ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്.